യശശരീരനായ ലോനപ്പൻ നമ്പാടനെ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങാം. നമ്പാടൻ മാഷ് പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, KPCCയും KCBCയും തമ്മിൽ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളൂ എന്ന്. KPCC എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, KCBC എന്ന് പറഞ്ഞാൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി. ഇത് രണ്ടിൻ്റെയും നയപരിപാടികൾ ഒന്ന് തന്നെയാണ്, രണ്ടിൻ്റെ രാഷ്ട്രീയം ഒന്ന് തന്നെയാണ് എന്നാണ് നമ്പാടൻ പറഞ്ഞത്. അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് കത്തോലിക്ക മെത്രാന്മാരുടെ രാഷ്ട്രീയം, അഥവാ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ രാഷ്ട്രീയം. ഈ മത മേലധ്യക്ഷന്മാരുടെ അതേ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയം. അതിൽ ഒരൊറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഒന്ന് KCBC, മറ്റത് KPCC. രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് നമ്പാടൻ പറഞ്ഞതിൻ്റെ ഒരു സ്വാരസ്യം. ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാര്യം, ഈ പാർലമെൻറ്റിൽ ഉടനെ അവതരിപ്പിക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിന് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എല്ലാ MP-മാരും പിന്തുണ നൽകണം എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ക്ലിമ്മിസ് കാതോലിക്ക ബാവയും അതിന് മറ്റ് സഹഭാരവാഹികളും ചേർന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് 2 ദിവസം മുമ്പാണ് മാധ്യമങ്ങളിൽ വന്നത്. പക്ഷേ മനോരമയാവട്ടെ, മാതൃഭൂമിയാവട്ടെ, മറ്റ് പത്രങ്ങളാകട്ടെ അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല. എന്തുകൊണ്ടാണ് പ്രാധാന്യം നൽകാഞ്ഞതെന്ന് വെച്ചാൽ, KCBCയുടെ ഒരു പോഷക സംഘടനയല്ല ഇപ്പോൾ KPCC. KPCCക്ക് പഴയ പോലെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് നയ സമീപനങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ പാരതന്ത്ര്യമില്ല. KPCCക്ക് ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുന്ന വേറെ പല ആളുകളുമാണ്. ഒന്നാമത് KPCC പ്രസിഡന്റ് K. സുധാകരനാണ്. അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം സ്വന്തം നിലക്ക് തന്നെ ഒരു ധിക്കാരിയാണ്, താൻ പോരുമുള്ള ആളാണ്. അങ്ങനെ ആരുടെയെങ്കിലും ഉപദേശമോ നിർദ്ദേശമോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, കത്തോലിക്ക മെത്രാൻ സമിതിക്ക് പഴയ പോലുള്ള ബാർഗൈനിങ് പവറില്ല, വിലപേശൽ ശക്തി നഷ്ടപ്പെട്ടു. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ എന്ന് പറഞ്ഞ പോലെ ഈ വിമോചന സമരമൊക്കെ നടത്തി വിജയിപ്പിച്ചു എന്നുള്ള അഹങ്കാരം ഇവർക്കുണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. കത്തോലിക്ക മെത്രാൻ സമിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ അല്ല. ആ പല്ല് പോയ ഒരു കടുവയോ പുലിയോ അങ്ങനെ എന്തെങ്കിലുമാണ്. ഇവർക്ക് അലറാനോ ഗർജിക്കാനൊന്നും പറ്റുകയില്ല. അവർക്ക് മോങ്ങാനുള്ള ശക്തി തന്നെ ഇപ്പോൾ കഷ്ടിച്ചു. അതുകൊണ്ടാണ് പത്രങ്ങളും ഈ വാർത്ത തമസ്കരിച്ചത്. സാധാരണയിൽ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ മനോരമ അത് 8 കോളത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ താക്കീത് എന്ന് പറഞ്ഞു. പക്ഷേ മനോരമയുടെ ഇപ്പോഴത്തെ പത്രാധിപന്മാർക്ക് അറിയാം, കത്തോലിക്ക മെത്രാൻ സമിതി എന്നൊക്കെ പറഞ്ഞ് വെറും കോമഡിയാണ്. അതുകൊണ്ട് അവർ എമ്പുരാൻ്റെ വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മധുര കോൺഗ്രസിനാണ് പ്രാധാന്യം നൽകിയത്. അതുമല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആശാ വർക്കർമാർ മുടി മുറിച്ച വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. KCBC എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വെറും കോമഡിയാണെന്നുള്ളത് മനോരമ പത്രാധിപർ പോലും പറയും. അങ്ങനെ മനോരമയും അവഗണിച്ചു, മാതൃഭൂമിയും അവഗണിച്ചു, മിക്കവാറും പത്രങ്ങളൊക്കെ ഇത് ഒരു തമാശയാക്കി തള്ളിക്കളഞ്ഞു. കേരള കോൺഗ്രസ്സിൽ മാണി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് ഈ മെത്രാന്മാർക്ക് വരുമായിരുന്നില്ല. മാണി സാറുമില്ല, ഉള്ളത് ജോസ് കെ മാണിയാണ്, മറുവശത്ത് PJ ജോസഫാണ്. പിന്നെ ഉള്ളത് കോൺഗ്രസ്സിലാണെങ്കിൽ എടുത്തു പറയാൻ ഒരു കത്തോലിക്കനുമില്ല. അങ്ങനെ ഒരു വല്ലാത്ത പരിണതിയിൽ ഇവരുടെ ഈ പ്രസ്താവന ആരും പരിഗണിക്കാതെ പോയി. അപ്പോഴാണ് ഇതിൻ്റെ കേന്ദ്ര സമിതി ഉണ്ട്, അഖിലേന്ത്യാ കമ്മിറ്റി, അതിന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അവർ ഇതേ പ്രസ്താവന ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു, അഖില ഇന്ത്യ അടിസ്ഥാനത്തിൽ. അത് വായിച്ച് BJPക്കാർ കോരിത്തരിച്ചു. അതിനപ്പുറത്തൊന്നും സംഭവിച്ചില്ല. ദീപിക പത്രം വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു മുഖപ്രസംഗം പാസ്സാക്കി. കേരളത്തിൽ നിന്ന് പോയ എല്ലാ MP-മാരും നായർ, ഇഴവ, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ഈ വഖഫ് നിയമ ഭേദഗതി അനുകൂലിക്കണം. നിലവിലുള്ള വഖഫ് നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരുപാട് വ്യവസ്ഥകളുണ്ട്, അതുകൊണ്ട് മുരമ്പത്തെ പാവപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ടുകയാണ് എന്നാണ് ദീപിക പറയുന്നത്. മെത്രാൻ സമിതി പറയുന്നത് അത് തന്നെ. ഇത് മതേതരത്വത്തിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ വഖഫ് ബില്ല് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സാക്കണമെന്ന് അമിത്ഷാ വിചാരിച്ചാൽ അത് പാസ്സാവും. അദ്ദേഹം ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പാസ്സാക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ അത് നീണ്ടുപോകും. പ്രത്യേകിച്ച് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകും. അവിടെ മുസ്ലിം വോട്ട് പ്രധാനമാണ്. ബീഹാറിലെ ചില മുസ്ലിം സംഘടനകൾ, പേഴ്സണൽ ലോ ബോർഡ് അടക്കം, നിതീഷ് കുമാറിൻ്റെ ഇഫ്താർ വിരുന്ന് ബഹിഷ്കരിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എല്ലാ മുസ്ലിം സംഘടനകളും ബഹിഷ്കരിച്ചു എന്നാണ് നമ്മുടെ ഇവിടുത്തെ ചില പത്രങ്ങൾ കൊടുത്തത്. അത് ശരിയല്ല.
അവിടുത്തെ ചില 7 സംഘടനകൾ ബഹിഷ്കരിച്ചു. ബാക്കി എല്ലാ സംഘടനകളും അതുമായിട്ട് സഹകരിച്ചു. ആളുകൾ അവിടെ പോയിട്ട് വിശാലമായിട്ട് കോഴി ബിരിയാണി നിന്ന് എമ്പക്കം വിട്ടു പോന്നു എന്നാണ് റിപ്പോർട്ടുകൾ, ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതെന്തുവാട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയാണ് ഇത് കേട്ട് പേടിക്കേണ്ടത്. കാരണം CPM-ൽ കത്തോലിക്കർ വളരെ കുറച്ചുള്ളൂ. ഉള്ള കത്തോലിക്കർ തന്നെ പള്ളി പുറത്താക്കിയവരോ അല്ലെങ്കിൽ ഉടനെ പുറത്താക്കാൻ സാധ്യതയുള്ളവരുമാണ്. അതുമാത്രമല്ല, കത്തോലിക്ക വോട്ട് ബാങ്ക് CPM-ന് നിസ്സാരമായിട്ടേ ഉള്ളൂ. ഇത് ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയാണ്. അവരുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലവിലുള്ള MP-മാരും MLA-മാരൊക്കെ സാമാന്യ ചകിതരാണ്. അവരാകെ അന്തം വിട്ട് കുന്തം പിഴിഞ്ഞ അവസ്ഥയിലാണ്. കത്തോലിക്ക മെത്രാൻ സമിതി ഇതിനു മുമ്പ് പല പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കൊലച്ചതി ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്. D. കുര്യാക്കോസ് പ്രത്യേകിച്ചും വളരെ ഖിന്നനാണ്. കഴിഞ്ഞ അങ്ങേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് മെത്രാനാർമേനെ ചെന്നപ്പോൾ കിട്ടിയ സ്വീകരണം അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള പല മെത്രാന്മാരും കേരളത്തിലുണ്ട്. ഇത് ഹൈബീഡൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ പുള്ളിക്ക് വലിയ കുലുക്കില്ല, പുള്ളി കുലുക്കാതെ നിൽക്കുകയാണ്. പക്ഷേ പല MP-മാർക്കും ചെറിയ വേവലാതിയില്ല, നല്ല വേവലാതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. KPCC ആണോ KCBC ആണോ പ്രധാനം എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ് നിൽക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ KPCC ആസ്ഥാനത്ത് ഇപ്പോൾ കത്തോലിക്ക മെത്രാന്മാരെക്കാളൊക്കെ സ്വാധീനം വേറെ ചില ആളുകൾക്കുണ്ട് എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അയോധ്യയിൽ കഴിഞ്ഞ 2024 ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാരായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അതുപോലെ മല്ലികാർജുൻ ഖാർഗെ, ഈ 3 പേർക്കും ഇവർ ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഈ ക്ഷണക്കത്ത് പിടിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പോകണമോ വേണമോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട്ടുള്ള സുപ്രഭാതം പത്രം അനുകരണീയമായ ശൈലിയിൽ ഒരു മുഖപ്രസംഗം എഴുതി. ബാബറി മസ്ജിദ് തകർത്തിട്ട് പണിഞ്ഞ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്നായിരുന്നു പറഞ്ഞത്. അത് EK സമസ്തയുടെ ഉടമസ്ഥയിലാണ് സുപ്രഭാതം പത്രം. സുപ്രഭാതം വായിച്ചപ്പോഴത്തേക്കും കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം മനസ്സിലായി. സാധാരണയിൽ ഇങ്ങനൊരു മുഖപ്രസംഗം മാധ്യമങ്ങളോട് എഴുതേണ്ടിയിരുന്നത്, പക്ഷേ ആദ്യം എഴുതിയത് സുപ്രഭാതമായിരുന്നു. അപ്പം തന്നെ ബഹുമാനപ്പെട്ട K. സുധാകരൻ ഡൽഹിക്ക് ടെലഗ്രാം അടിച്ചു, ആരും പങ്കെടുക്കരുത്, ഇവിടെ ആകെ പ്രശ്നമാണ് എന്നുള്ളത്. പിറ്റേ ദിവസം മാധ്യമവും അതുപോലെ തന്നെ മുഖപ്രസംഗം എഴുതി. അപ്പോഴത്തേക്ക് സകല മുസ്ലിം സമുദായ സംഘടനകളും കോഴിക്കോട്ടും മലപ്പുറത്തുമൊക്കെ പ്രമേയം പാസ്സാക്കി കോൺഗ്രസ്സുകാരും പങ്കെടുക്കരുത് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും പങ്കെടുത്തില്ല. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ് വലിയ ക്ഷീണം ഉണ്ടായെങ്കിലും കേരളത്തിൽ വലിയ ക്ഷീണം ഉണ്ടായില്ലെന്നല്ല, വലിയ സപ്പോർട്ട് കിട്ടി. അപ്പോൾ വഖഫിൻ്റെ കാര്യത്തിൽ ഇത്ര തന്നെ കാര്യമുള്ളൂ. കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് കക്ഷികളും ശക്തമായിട്ട് വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കും. ഇനി കേരളത്തിൽ കുറച്ച് വോട്ട് പോയാലും കേന്ദ്രത്തിൽ അത് വലിയ ഒരു മേന്മയായിട്ട് മാറും എന്നാണ് അവർ വിചാരിക്കുന്നത്. മാത്രമല്ല, ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാദ്ര കഴിഞ്ഞ ദിവസമാണ് പാണക്കാട്ട് വന്ന് കുടപ്പനക്കൽ തറവാട്ടിൽ ഇഫ്താർ വിരുന്ന് പങ്കെടുത്ത് ഇവരുടെ ഐക്യദാർഢ്യം അറിയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്ക് വഖഫ് നിയമ ഭേദഗതിയോടുള്ള എതിർപ്പിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറാൻ പറ്റുകയില്ല. അതിശക്തമായിട്ട് തന്നെ എതിർക്കും. കോൺഗ്രസ് എതിർക്കുമ്പോൾ പിന്നെ ഫ്രാൻസിസ് ജോർജിനെ അനുകൂലിക്കാൻ പറ്റും, ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റുകയില്ല. പ്രേമചന്ദ്രന് പറ്റുമോ? പുള്ളിക്കും പറ്റില്ല. ഏറ്റവും കൂടിയാൽ ചർച്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടെടുപ്പിന് മുമ്പായിട്ട് ഇറങ്ങി പോകാൻ പറ്റും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും കോൺഗ്രസ് പാർട്ടി ഈ നിയമ ഭേദഗതി എതിർക്കും. അതിൻ്റെ പ്രത്യാഘാതം ചിലപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടേക്കാം, കണ്ടാലും കണ്ടില്ലെങ്കിലും. കോൺഗ്രസ് വെച്ചാൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പാർട്ടിയല്ല. ഈ വഖഫ് നിയമം ഈ രൂപത്തിലാക്കിയത് അവരാണ്. നരസിംഹറാവുവിൻ്റെ സമയത്തും പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഇത് ഭേദഗതി ചെയ്ത് ഇപ്പോൾ കാണുന്ന വ്യവസ്ഥകൾക്ക് അതിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ്സാണ്. ആ ഭേദഗതിയെ മാറ്റി തീർക്കാൻ ആര് വിചാരിച്ചാലും കോൺഗ്രസ് പാർട്ടി അത് സമ്മതിക്കില്ല. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാർട്ടിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.